ഹലോ, അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിനി അടുത്തത് പോകാൻ പോകുന്നത് നേരത്തെ പോയ ക്ഷേത്രത്തിൻ്റെ കാവൽ ദൈവമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. അവിടെ കാവൽ ദൈവം എന്ന് പറയുമ്പോൾ അവരുടെ സ്വത്തിനും കൃഷിക്കും എല്ലാം കാവൽ നിൽക്കുന്ന ദൈവം. അതാണ് തമിഴ്നാട്ടിൽ കൂടുതലുമുള്ള ദൈവം എന്ന് പറയുന്നത്. കറുപ്പുസ്വാമി എന്നും ഈ ദൈവത്തിനൊരു പേരുണ്ട്. അപ്പോൾ ആ ക്ഷേത്രമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. വളരെ വിശാലമായ ഒരു മുറ്റമാണ്. അവിടെ നല്ല ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. കൂടുതലും വേപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ പൂജാരിയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ ഫോൺ നമ്പർ എഴുതിയിട്ടിട്ടുണ്ട്. പുള്ളിക്കാരനെ വിളിച്ചാൽ വന്ന് പൂജ ചെയ്തു തരും. അല്ലാത്ത പക്ഷം നമുക്ക് തന്നെ അവിടെ പൂവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാന് ചാർത്താം. പിന്നെ കർപ്പൂരമൊക്കെ ഉണ്ടെങ്കിൽ കത്തിക്കാം. അതിനൊന്നും വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് അകത്തുള്ളത്. ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ അകം. അപ്പം നമ്മുടെ ദൈവമാണ് ആ ഇരിക്കുന്നത്. അപ്പം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഭഗവാൻ. പിന്നെ അതിൻ്റെ കാവൽ ദൈവങ്ങളുടെ വാഹനങ്ങളാണ് ഈ കുതിരയും പട്ടിയും ഒക്കെ. അപ്പം എൻ്റെ മക്കൾ എല്ലാ തവണ പോകുമ്പോഴും ഈ പട്ടീൻ്റെ മണ്ടയിൽ കയറി ഇരിക്കും. അത് എല്ലാ കൊച്ചുങ്ങളും ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കല്ലൂന് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ അതുകൊണ്ട് അവൾ അപ്പയാണ് കയറ്റിയിരുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അകം എന്ന് വെച്ചാൽ ഇത്ര വിശാലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേറെ പ്രശ്നമൊന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല മരങ്ങളും നല്ല തണലും ഒക്കെയാണ്. അപ്പോൾ ഇത് ദന്തപ്പാലയാണ്. കൂടെ നിൽക്കുന്നത് വേപ്പാണ്. അപ്പോൾ ഇപ്പം അവിടെ വേപ്പ് കായ്ക്കുന്ന സീസണാണ് കേട്ടോ. അപ്പോൾ എല്ലാ വേപ്പ് മരത്തിനും ഒരുപാട് കായുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റ.